നിർത്തോ? ഇവിടെ മനുഷ്യനോട് ഉറങ്ങണം. വേണ്ടെന്ന് പറഞ്ഞു. പോയി കിടന്ന് ഉറങ്ങിക്കോ. ഇവിടെ കിടന്ന് തൊള്ള കയറി ശബ്ദം വെക്കുമ്പോ അപ്പുറത്തോട് തുടങ്ങാൻ ഞാൻ എന്താ പൊട്ടിയാണോ? അത്രയ്ക്ക് സഹിക്കാൻ വയ്യെങ്കില് ചെവിയിൽ പഞ്ഞു കയറ്റി വെച്ചോ. അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ 7 അയലത്തോട് സംഗീതം പോയിട്ടുണ്ടോ? പിന്നെ യേശുദാസ് അല്ലേ, എന്തൊരു ശബ്ദമാധുര്യം. കഴുത ഇതിലും നന്നായി കരയും. എന്നാ ഒന്ന് കരഞ്ഞേ കേൾക്കട്ടെ. ദേ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ദേ, സ്വപ്നം കാണാനെന്നല്ല ഞാൻ മുറിയെടുത്തിരിക്കുന്നത്. പകുതി വാടക ഞാനും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകത്തിരുന്ന് എനിക്ക് ഇഷ്ടം പോലെ എല്ലാം ചെയ്യാം. ആരാ ചോദിക്കാനെന്ന് എനിക്കൊന്ന് കാണണം. ഇന്നത്തേക്കേ ഞാൻ പാടുള്ളൂ. പാടിക്കോ, തന്റെ ഒടുക്കത്തെ പാട്ട് പാടിത്തൊലയ്ക്ക്. തേങ്ങ വന്നിരിക്കുന്നു. പേട്ട് തേങ്ങ കൊണ്ടുപോകാൻ പറയണം. തന്റെ നല്ല തേങ്ങ ഞാൻ വാങ്ങിച്ചു തരാം. നല്ല തേങ്ങ കൂന്നപ്പിള്ള. അയ്യോ, പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. സംഗതി അത്ഭുതത്താക്കരുത്. എല്ലാം പറഞ്ഞ പോലെ. ഹലോ മിസ്റ്റർ ഹരി. ഹലോ, 6 ലക്ഷം രൂപയല്ലേ? അത് വേണ്ട, എന്റെ പേര് ഡ്രാഫ്റ്റ് എടുത്തിങ്ങ് അയച്ചാ മതി. ബോംബെ എന്നുള്ള 7 ലക്ഷം അതെ അച്ഛന്റെ പേരിലെങ്കിൽ ചെയ്താ മതി. ബെൻസ് വേണം, ഉടനെ കിട്ടണം. ഈ അംബാസഡർ കാറിലൊന്ന് യാത്ര ചെയ്യാൻ വയ്യെന്നേ. അതേന്നേ, ഞാൻ ആ ബെൻസ് കാറിന്റെ കാര്യം തന്നെ പറഞ്ഞത്. അത് ഉടനെ അങ്ങ് എത്തിക്കണം. ശരി, വെക്കട്ടെ. ആരാ മനസ്സിലായില്ലല്ലോ? ഞാൻ മിസ്റ്റർ ഗോവിന്ദപിള്ള. തേങ്ങ ഗോവിന്ദപിള്ള. എന്തോ നട തേങ്ങ? അച്ഛൻ. അയ്യോ അമ്മാവ, ഞാൻ അറിഞ്ഞില്ല. അമ്മാവ, ക്ഷമിക്കണം. സാരമില്ല, ഇനിയല്ലേ അറിയാൻ പോകുന്നത്. മല്ലിക എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഉടനെ പോയി കല്യാണം നിശ്ചയിക്കാൻ പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഞങ്ങള് കൊലയും നടത്തിയ കുടുംബക്കാരാ. നേരെ വാ നേരെ പോ. അല്ല, നമുക്കിനി എന്ന് കല്യാണം നടത്താം? എത്രയും പെട്ടെന്ന് നടത്തണമെന്നാ എന്റെ ഒരു. അല്ല, അതിനു മുൻപ് അച്ഛനെയും അമ്മയും അറിയിക്കണ്ടേ? അവിടെ ആയി കുഴപ്പം. അച്ഛനും അമ്മയും കൂടെ വന്നിട്ടേ എന്നെ ഈ ടാറ്റായുടെയും ബെർളയുടെയും മാതിരിയുള്ള ഏതെങ്കിലും കുടുംബത്തിൽ കെട്ടിക്കണമെന്നും പറഞ്ഞ് നടക്കുക. ജാതകം തന്നെ കൊണ്ടുപോയിരിക്കുക. പക്ഷെ ഒരു കാര്യം, ഞാൻ മല്ലികയല്ലാതെ വേറെ ആരെയും ഈ ജീവിതത്തിൽ കല്യാണം കഴിക്കാൻ ഒരൊറ്റ നിർബന്ധമാണ്. അപ്പോ ഇനി എന്തോ ചെയ്യും? ഇനിയിപ്പോ എന്തോ ചെയ്യാനാ? എത്രയും പെട്ടെന്ന് കല്യാണം അങ്ങ് നടത്തണം. അപ്പോ അച്ഛനറിഞ്ഞാലോ? കല്യാണം നടന്നു കഴിഞ്ഞാ പിന്നെ എന്തോ ചെയ്യാനാ? ഇനി അഥവാ ചെയ്താൽ തന്നെ സാറിന്റെ ഷെയർ മാത്രം 1 കോടി രൂപയുണ്ട്, അറിയോ? അല്ലേലും കല്യാണം കഴിഞ്ഞാൽ എത്ര എതിർപ്പുണ്ടെങ്കിലും സഹിച്ചല്ലേ പറ്റൂ. പിന്നെ നിങ്ങളെ അങ്ങ് സ്വീകരിക്കും. ഞാനാണേലും അത്രേ ചെയ്യൂ. അല്ലേലും ആ ഒരു ധൈര്യത്തിലാ ഞാനും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. അപ്പോ നാളെ തന്നെ നിശ്ചയവും മോതിരം മാറ്റവും നടത്താം. നല്ലൊരു മുഹൂർത്തം നോക്കി കല്യാണവും നടത്താം. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ആളുകൾ അറിഞ്ഞാ മതി. മിക്കവാറും അവസാനമേ എല്ലാം അറിയത്തുള്ളൂ. പക്ഷെ ചില ചില്ലറ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും. അതൊന്നും സാരമില്ലെന്നേ, എല്ലാം പെട്ടെന്ന് ആറി തണുത്തോളൂ. അമ്മാവന് തീർച്ചയാണോ? ഷുഗർ. നമ്മൾ ഈ ആഴ്ചയിലൊരിക്കൽ ഫയലും കണക്കും കെട്ടിപ്പറക്കി മേനോൻ അദ്ദേഹത്തിന് കാണാൻ പോകുന്നതിന് എന്താ ചെലവെന്ന് നിനക്കറിയോ? വണ്ടിക്കൂലി, വള്ളക്കൂലി, യാത്ര ചെലവ് എല്ലാം ചേർന്ന് 100 രൂപയെങ്കിലും ആവും. പിന്നെ പോവാതെ പറ്റൂ? അങ്ങേരെ കണക്കപ്പിള്ളിയും കാര്യസ്ഥനും വക്കീലും ഒക്കെ നിങ്ങളല്ലേ? അങ്ങേര് സിറ്റിയിലോട്ട് വന്ന് താമസിച്ചാൽ നമുക്ക് മാസം 400 രൂപ ലാഭം. നമുക്കൊന്ന് സ്ക്രൂ മുറുക്കി നോക്കാം. ഇനി ബിസിനസ് മുഴുവനും പൊളിഞ്ഞ് 8 ഫാക്ടറി ഒരുമിച്ച് അടച്ചാലും മേനോനദ്യം നടുമുറം വിടില്ല. 400 രൂപ നമുക്ക് ലാഭം കിട്ടിയാൽ 200 രൂപയുടെ ഒരു സാരി ഞാൻ നിനക്ക് മേടിച്ചു തരും. നിങ്ങൾ പറഞ്ഞത് കാര്യമാണോ? സാരി വരുമോ അതോ കാര്യം കഴിയുമ്പോ വാക്ക് മാറുമോ? എടി മണ്ടി, 12 കാലം ഈ ശങ്കരൻകുട്ടിയുടെ കൂടെ കിടന്നിട്ടും നിനക്ക് എന്നെ വിശ്വാസമായില്ല അല്ലേ? ഇല്ലഞ്ഞിട്ടല്ലേ എടുത്തു ചോദിച്ചത്. കൈയടിച്ച് സത്യം ചെയ്യാമെങ്കിൽ ഞാൻ ഏറ്റു. നിന്റെ അച്ഛനാണ് നിനക്കൊരു സാരി ഞാൻ മേടിച്ചു തരും. ശരി.
ചെമ്പ പാടിയതാ മുത്തുസ്വാമി ദീക്ഷിതരുടെ കൃതി. എനിക്ക് ഈ ദീക്ഷയും ദാടിയും മീശയും ഒന്നും കേക്കണ്ട. നേരം വെളുത്തപ്പോ തൊട്ട് ഈ നിലവിളി കേൾക്കാൻ തുടങ്ങിയതാ. ദേ വക്കീൽ ശങ്കരപ്പിളച്ചിട്ട് വന്നിരിക്കുന്നു. അയ്യോ കാണുന്നിടത്തൊക്കെ തുപ്പി വെക്കുക. നമസ്കാരം. കണക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാന് ചെമ്പയുമായിട്ട് ഒരല്പം കേട്ടിട്ടില്ലേ? ചെമ്പൈ വൈദ്യനാഥ കൊള്ളാം. അദ്ദേഹം വലിയൊരു മനുഷ്യനല്ലേ? വിവരമുള്ളവർക്കുള്ളതാണ് ഇതൊക്കെ, അല്ലാതെ തന്നെ പോലെ വിവരം ഇല്ലാത്തവർക്കുള്ളതല്ല. വിവരമുള്ളവർക്ക് വിവരമുള്ളവരെ കുറിച്ച് അറിയൂ. അല്ല, അതിപ്പോ രേവതിയമ്മ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമാവില്ല. ഈ ഇട്ടാവട്ടത്തിൽ കിടന്ന് കളിച്ചാല് ലോകത്തിന്റെ ഗതിവിഗതികൾ മനസ്സിലാകില്ല. അതുകൂടെ പറയാനാ ഞങ്ങൾ ഇപ്പൊ ഇവിടെ വന്നത്. എന്താ മനസ്സിലായില്ല? മേനോൻ അദ്ദേഹത്തിനും രേവതി അമ്മയ്ക്കും കൂടെ 2 മക്കളല്ലേ ഉള്ളൂ? എന്റെ അറിവില് അത്രേ ഉള്ളൂ. അവര് 2 പേരും ബോംബെയിലല്ലേ പഠിക്കുന്നത്? മോളും മോനും ബോംബെയിൽ കോളേജിൽ പഠിക്കുക. അതെന്താ അവിടെ അയച്ചത്? ഇപ്പോ നമ്മളൊക്കെ പഴയ ആൾക്കാരല്ലേ, മരിക്കുന്നവരെ ഇങ്ങനെയൊക്കെ അങ്ങ് പോവും. പക്ഷെ കുട്ടികളുടെ കാര്യം അങ്ങനെയാണോ? ഇന്നത്തെ പരിഷ്കാരത്തിനൊത്ത് വളർന്നില്ല വെച്ചാൽ നാളത്തെ ജീവിതവുമായിട്ട് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടാവും. ഇപ്പൊ പരിഷ്കാരിയായിട്ടൊരു ഭാര്യയാണ് വരുന്നത് വെച്ചാൽ എന്റെ മോന്റെ കാര്യം കുഴപ്പത്തിലായി. പരിഷ്കാരിയായിട്ടൊരു ഭർത്താവാണ് വരുന്നത് വെച്ചാൽ എന്റെ മോളുടെ കാര്യം കുഴപ്പത്തിലായി. അപ്പൊ അവര് മോഡേൺ ആയിട്ട് വളരട്ടെ എന്ന് തീരുമാനിച്ചു. അത്രേ ഉള്ളൂ. ഇതുപോലെ പാറ്റ്നയിൽ അയച്ച് പഠിപ്പിച്ചതാണ് നമ്മുടെ ചേരിയിലെ കൃഷ്ണക്കൈമളുടെ മകൻ വിജയന്. എന്നിട്ട് എന്തായി? അവൻ പഠിച്ച് സായിപ്പായി മടങ്ങി വന്നപ്പോഴും കൃഷ്ണക്കൈമള് പഴയ കൃഷ്ണക്കൈമള് തന്നെ. എന്നിട്ട് എന്ത് പറ്റി? യു ബ്ലഡി ഫാദർ കൺട്രി എന്ന് വിളിച്ച് ഒരൊറ്റ പോക്ക. പിന്നെ മരിക്കുന്നത് വരെ കൃഷ്ണക്കൈമളും വിജയനുമായിട്ട് കണ്ടിട്ടില്ല. എന്റെ ദൈവമേ, എന്റെ മക്കളെങ്ങാനും നമ്മള് കൺട്രിയാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിപ്പോയാ ഞാൻ അന്ന് മരിക്കും. ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യമായിട്ട് പറയുന്നു, നമുക്ക് സിറ്റി ചെന്നൊന്ന് താമസിക്കാന്നേ. ഒന്നും ഇല്ലെങ്കിലും സിറ്റിയിൽ നിന്ന് വരുന്ന പിള്ളേർ ഇവിടെ വരുമ്പോ അവരെങ്ങനെയാണ് പെരുമാറുന്നത് നമുക്ക് മനസ്സിലായിക്കൂടെ? നമുക്ക് 1 മാസം ചെന്ന് താമസിക്കാന്നേ. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഞാൻ വെറുതെ ഇരിക്കാം. അല്ല, ഞാനൊരു വിടുവായി പറഞ്ഞെന്നുള്ളൂ. അതിനൊരു കുടുംബകലഹം ഉണ്ടാവട്ടെ. ആലോചിക്കാം, സമയമുണ്ടല്ലോ. ആലോചിക്കാം, നമുക്ക് ആലോചിക്കാം. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. കണക്കൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഇപ്പൊ പുറപ്പെട്ടാൽ സന്ധ്യയ്ക്ക് മുമ്പ് എത്താം അല്ലേ? സന്ധ്യ കഴിയും. എനിക്ക് ആ നടുവേദന ഇതേവരെ മാറിയിട്ടില്ല. അലോപ്പതി വിട്ട് ആയുർവേദമാക്കിയാൽ എന്താന്ന് ഇങ്ങനെ ഒരു ആലോചന. ഗുളികയാണെങ്കിൽ 1 പടി കഴിച്ചു, ഒരു പ്രയോജനമില്ല. നമ്മൾ നേരത്തെ ഒരു വൈദ്യരുടെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. ഏത് വൈദ്യര്? പിന്നെ ചെമ്പു വൈദ്യരോ ഒരു വൈദ്യരുടെ കാര്യം നേരത്തെ പറഞ്ഞു. വക്കീലെ, തനിക്ക് കുറച്ച് വിവരമുണ്ടെന്ന് ഞാൻ ധരിച്ചിരുന്നത്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവത പാട്ടുകാരനാ. വല്ല ഗന്ധം ഉണ്ടോ? എന്നാ ഇനി ഞാൻ സമയം കളയുന്നില്ല. എടോ വരിക. ഭേദം. ചടങ്ങൊക്കെ തീർന്നു, ഇനി എണീക്കാം. ഭംഗിയായി തീർന്നു പറയടോ. ഓ, ഭംഗിയായി തീർന്നു, എണീക്കാം. ഓക്കേ. അടുത്ത മാസത്തിൽ നല്ലൊരു മുഹൂർത്തമുണ്ട്. അതിന് ഈ കല്യാണം നടത്താമെന്നാണ് ജ്യോത്സ്യർ പറയുന്നത്. അല്ലേ ജ്യോത്സ്യരെ? ഓ അതെ. വേറൊരു കാര്യം പറഞ്ഞേക്കാം, സംഗതി എല്ലാം കറക്റ്റ് ആയിരിക്കണം. ഇല്ലെങ്കിൽ എന്റെ കൈ വെറുതെ മെനക്കെടുത്തരുത്. വേഗം കുറിച്ച് കൊടുക്കും ജോത്സ്യരെ, ഇല്ലെങ്കിൽ ഇടി പാഴ്സൽ. ഇങ്ങോട്ട് വന്നേ. ഇനിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റു. ഒരു അമ്മാവനെന്ന നിലയിൽ എനിക്ക് മോനോട് ചില കടപ്പാടുകളൊക്കെ ഉണ്ട്. ഏതായാലും ഉടനെ ഇതങ്ങ് നടത്തണം. അടുത്ത മാസം അച്ഛനിങ്ങ് വരും. വന്നാ പിന്നെ ഒന്നും നടക്കത്തില്ല. ഓക്കെ? ഓ, അതൊക്കെ ഓക്കെ.